ഇത് കണ്ടോ? എന്റെ ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചതാണ് കേട്ടോ. ഇത്രയും ദിവസം ഇവിടെ ഇല്ലാതിരുന്നത് ഇതൊന്നും നോക്കാനൊന്നും പറ്റിയില്ല. ഇന്നാണ് ഇത് നോക്കാൻ പറ്റിയത്. ഓ, ഇത് സ്പൈസ് ഫാക്ടറി എന്നുള്ള ഗിഫ്റ്റ് ആട്ടോ. ഫുഡിന് വേണം. ഇത് സ്പൈസ് ഫാക്ടറി എന്നുള്ള ഗിഫ്റ്റ് ആട്ടോ. ഇവർക്ക് ഇതാ ഏലക്കയൊക്കെയാണ്. ഏലക്ക അയച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതില് ഏലക്കയുണ്ട്, പിന്നെ കറുവപ്പട്ടയുണ്ട്, ഗ്രാമ്പു ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്പൈസസ് ഫുള്ള് എല്ലാ ഇതിന്റെ കൂടെ ഇരിക്കുന്നു. ഒരുപാടുണ്ട് വാങ്ങാൻ. ഇത് കണ്ടോ? അപ്പൊ ഇത് എന്താണെന്ന് അറിയോ? ഇതാണ് ഗ്രാമ്പു. ഇതാ ഏലക്ക. ആ, ഇനി എന്തുണ്ടെന്ന് നോക്കാം. ആ, ഇതെന്താ? പെപ്പർ, കുരുമുളക്. ഓ, മമ്മയ്ക്ക് ഇതെല്ലാം ഒരു ആന്റി ഗിഫ്റ്റ് അയച്ചതാ. ആ, ഇത് എവിടെന്നാന്ന് അറിയോ അബു? ഇതാ സ്പൈസ് ഫാക്ടറി. എവിടെന്നാ? സ്പൈസ് ഫാക്ടറി ഉണ്ട്. അവക്കുട്ടിന് നമുക്ക് ചായ ഉണ്ടാക്കുമ്പോ ഈ ഏലക്കൊക്കെ ഇട്ട് ചായ ഇട്ട് നോക്കാം കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്പൈസ് ഫാക്ടറിയിൽ ഇങ്ങനെ സ്പൈസസ് എങ്ങനെ ഇതാക്കി ആക്കി നമുക്ക് ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നല്ല ഓപ്ഷൻ ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്പൈസസ് ഒക്കെ കൊടുക്കാമെന്ന്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് യൂസ്ഫുൾ, ഹെൽപ്ഫുൾ അല്ല, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ ഇങ്ങനെ സ്പൈസസ് എന്തെങ്കിലും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആട്ടോ. അപ്പൊ താങ്ക് യു.